വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു ഡേയ്സ് ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ദിവാലിയുടെ ആ ഒരു വീക്കെൻഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഫ്രൈഡേ നൈറ്റാണ്. ഇവിടെ ഫ്ലാറ്റിൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പം അവർ ദിവാലി പ്രമാണിച്ച് ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ റെഡി ആയിട്ട് പോവുകയാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ ദിവാലി ആയിട്ട് അവർ കുറച്ച് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് ഈ ഒരു നോർത്ത് ഇന്ത്യൻസ് ഫ്ലാറ്റിൽ താമസിക്കുന്ന നോർത്ത് ഇന്ത്യൻസ്. അപ്പോൾ അവരുടെ വക ഫുഡ് സ്റ്റോളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവിടെ ഈ ബ്രൗണീസ്, പിന്നെ കട്ട്ലെറ്റ്സ്, പിന്നെന്താ നോർത്ത് ഇന്ത്യൻ സ്നാക്ക് ഐറ്റംസ്, ഈ വടാപ്പാവ്, പാനിപൂരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം ദിവാലി പ്രമാണിച്ച് ഫ്ലാറ്റൊക്കെ നല്ല രീതിയിൽ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇത് സൺഡേ മോർണിംഗ് ആണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുവാണ്. പുട്ടും കടലക്കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടലക്കറി ഞാൻ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ദിവസങ്ങളിൽ ഞാൻ കുറച്ച് നേരത്തെയൊക്കെ എണീക്കാറുണ്ട്. സൺഡേ ആണെങ്കിലും ഞാൻ കുറച്ച് നേരത്തെയൊക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒത്തിരി ലേറ്റ് ആവും കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കടലക്കറിയൊക്കെ റെഡിയായി വരുന്നു. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ ഈ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു മോൾഡിലാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മഞ്ഞ കളർ എന്താണെന്ന് വെച്ചാൽ ഇത് ചോളത്തിൻ്റെ പുട്ടുപൊടിയാണ്, അതായത് കോണിൻ്റെ പുട്ടുപൊടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞ കളറ്. അപ്പോൾ ഞാൻ പുട്ടുപൊടിയൊക്കെ നിറച്ച് കുറച്ച് തേങ്ങാപ്പീരയൊക്കെ അതിൻ്റെ പുറത്തിങ്ങനെ ഇടുവാണ്. എനിക്ക് തേങ്ങാപ്പീര അത്ര ഇഷ്ടമല്ല, പിന്നെ ഒരു ഭംഗിക്ക് ഞാനിങ്ങനെ കാണാനൊരു രസമാണല്ലോ തേങ്ങാപ്പീരയൊക്കെ കൂടി ഇടുമ്പോൾ, അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് വെതറുന്നത്. അപ്പോൾ ചിരട്ടപ്പുട്ടാവുമ്പം നമുക്ക് ആ കുക്കറിൻ്റെ അതിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ കടല വേവിച്ച അതേ കുക്കർ തന്നെയാണ്. അത് കടല വെന്ത് കഴിഞ്ഞ് അത് വേഗം കഴുകി അതിലേക്ക് ഞാൻ പുട്ട് വെച്ചു. പിന്നെ എനിക്ക് പുട്ടും കടലക്കറിയും ആണെങ്കിൽ അതിൻ്റെ കൂടെ കോഫിയും കൂടെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ. പുട്ടും കടലയും കോഫിയുമാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അങ്ങനെ ഞാൻ കോഫിയും കൂടെ ഉണ്ടാക്കി. അപ്പോൾ പുട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ചോളത്തിൻ്റെ പുട്ടാകുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ഈ പുട്ട് വെന്ത് വരുമ്പോഴേക്കും. ആ ഒരു മണം എനിക്കിഷ്ടമാണ്. അപ്പം പുട്ട് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കടലക്കറി. അടിപൊളി കടലക്കറി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നോർമലി വെക്കുന്നതിലും നല്ല ടേസ്റ്റി ആയിരുന്നു ഇത്തവണ വെച്ച ഈ ഒരു കടലക്കറി. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. സോ ഞാനത് കഴിക്കാൻ പോകുവാണ്. പിന്നെ വൈകുന്നേരം ആയപ്പം ഞാനും ബെങ്കും കൂടെ ഒന്ന് പുറത്ത് നടക്കാനായിട്ട് ഇറങ്ങി. കുറേ നാളായി ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ പെനി ഐസ്ക്രീം ഷോപ്പിൽ പോയി. അവിടെ പോയിട്ട് ഈ ഒരു ഫ്രൂട്ട് സാലഡ് ഫ്ലേവറിലുള്ളൊരു ഐസ് ക്യാൻഡി വാങ്ങി. ഇതിൽ ഈ ചെറി പിന്നെ പൈനാപ്പിൾ പീസസൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്കിത് പണ്ടത്തെ ഒരു ഐസ് കോലൈസൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്കിതിൽ തോന്നിയത്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വേറൊരു കടയിൽ കയറി, റാപ്പലൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ. അവിടുന്ന് ഞാനൊരു റുമാലി ഷവർമയാണ് വാങ്ങിയത്. അപ്പോൾ ഫുഡ് വരുന്നത് വരെ ഞങ്ങളവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു. അപ്പം ഷവർമയും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വന്നു. നല്ലോണം വിശന്നിരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് തോന്നിയിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നു വരുന്ന വഴി ഈ ദിവാലിയുടെ തലേ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നടന്നു വരുന്ന വഴിയൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തും നിന്ന് അതൊക്കെ കണ്ടാണ് വന്നത്. പിന്നെ ഞങ്ങളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി. ഞങ്ങൾക്ക് നാളത്തെ ദിവാലി സെലിബ്രേഷന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു.
അപ്പം ഫ്ലാറ്റിലൊക്കെ ഒന്ന് വിളക്ക് കത്തിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ മൺവിളക്ക് വാങ്ങി, പിന്നെ എണ്ണ, തിരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി. അതേപോലെ പിന്നെ കുറച്ച് ക്യാരറ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നാളെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, പക്ഷേ ഇത്ര ലേറ്റ് ആയതുകൊണ്ടാവും നല്ല ക്യാരറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ച് കുറച്ച് നല്ല ക്യാരറ്റ്സ് ഒക്കെ എടുത്തു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. തിരിച്ച് വരുന്ന വഴി അവിടെ ഒരു പടക്കക്കട കണ്ടു. അവിടെ കയറി ഞങ്ങൾ ഒരു കൂട് കമ്പിത്തിരിയൊക്കെ കൂടെ വാങ്ങി നാളെ പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ, അതായത് ദിവാലിയുടെ അന്ന് മോർണിംഗ് ആണ്. ദിവാലി ആയിട്ട് ജസ്റ്റ് ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ 6 മണിക്കൊക്കെ തന്നെ എണീറ്റ് കുളിച്ച് ഒരുങ്ങുവാണ് അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പോൾ ഇതൊരു മഴ സമയമാണ്. അപ്പോൾ അമ്പലത്തിൽ പോകുമ്പം രാവിലെ മഴ പെയ്യരുതേന്ന് പ്രാർത്ഥിച്ചാണ് എണീറ്റതൊക്കെ. ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. സമയം ഒരു 6 മണി കഴിഞ്ഞൊരു 6:30 ആയി. അപ്പം ഒരു സൺറൈസിൻ്റെ ടൈമാണ്. മഴയില്ലാത്തത് കൊണ്ട് ഭാഗ്യം. ഇനി കുറച്ച് കഴിഞ്ഞ് മഴ പെയ്യുമോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പം ഞാനും ബെങ്കും ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ റൂമിലേക്ക് നല്ല സൺലൈറ്റ് ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സൺലൈറ്റിൽ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ബസ്സിലാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത്. ആറ്റുകാൽ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ഇതുവരെ ആറ്റുകാൽ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആറ്റുകാൽ പോകണമെന്ന്. അപ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസമാണല്ലോ, അപ്പം പിന്നെ ഇന്നങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചു. അപ്പം ബസ് ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു. അങ്ങനെ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ കയറുന്നതിന് മുൻപായിട്ട് നമ്മൾ ഫോണൊക്കെ അവിടെ കൊടുക്കണം. ഫോൺ കൊണ്ട് അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. പിന്നെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഇറങ്ങി. ആറ്റുകാൽ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ നാരങ്ങ വിളക്ക് കത്തിക്കുക എന്നുള്ളത്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു ആദ്യം, അതുകൊണ്ട് ഞങ്ങൾ കത്തിച്ചില്ല. അങ്ങനെ അമ്പലത്തിലൊക്കെ നല്ലോണം തൊഴുതിട്ട് ഇറങ്ങി. ദിവാലി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ലോണം തൊഴാനൊക്കെ പറ്റി. തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിൽ വന്നു. ഇതിപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. ഞങ്ങളപ്പം ദിവാലി സ്പെഷ്യൽ ഒരു ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ്. ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പണി. ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഞാനും വെങ്കും മാറി അത് ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ രസമായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതൊക്കെ. മിണ്ടിയും പറഞ്ഞും കഥകളൊക്കെ പറഞ്ഞിരുന്ന് കുക്ക് ചെയ്യാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഫൈനലി. എന്നിട്ട് ഹൽവയുടെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം നെയ്യിലിട്ട് ഈ ക്യാരറ്റ് ഒന്ന് മൂപ്പിക്കണം, അതായത് ഒന്ന് വേവിക്കണം നെയ്യിലിട്ടിട്ട്. അപ്പോൾ അത് ആ സോട്ടിങ്ങിൻ്റെ ടൈമും കുറച്ച് കൂടുതലാണ്. ക്യാരറ്റിന് വേവ് കൂടുതലാണല്ലോ, അപ്പോൾ ഒന്ന് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം ക്യാരറ്റ് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് പാലൊഴിച്ച് അതൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം. അതാണ് പ്രോസസ്സ്. അപ്പോൾ ഈ സമയം നല്ല മഴ തുടങ്ങി. രാവിലെ ഒന്നും മഴയില്ലായിരുന്നു, ഇപ്പോഴാണ് മഴ വന്നത്. അപ്പം ഞങ്ങൾ ബാൽക്കണിയിൽ വിളക്കൊക്കെ കത്തിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ മഴ പെയ്ത് ബാൽക്കണിയിലൊക്കെ വെള്ളമായി, അവിടെയൊക്കെ അഴുക്കായി, ആകെ സീനായി. പിന്നെ അതൊക്കെ തുടച്ചു. അപ്പം ഞങ്ങളുടെ പ്ലാനൊക്കെ കംപ്ലീറ്റ്ലി കുളമായി, ബാൽക്കണിയിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളതൊക്കെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ക്യാരറ്റ് ഹൽവ നോക്കാനായിട്ടും വന്നു. സോ ക്യാരറ്റ് ഹൽവയുടെ പ്രിപ്പറേഷനൊക്കെ കഴിയാറായി. പാലൊഴിച്ച് തിളപ്പിച്ച് പിന്നെ ലാസ്റ്റ് പഞ്ചസാരയും കൂടി ഇടണം. എന്നിട്ട് പിന്നെ നട്ട്സും കൂടെ ക്രഷ് ചെയ്തിട്ടിടണം. ഞങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് ക്രഷ് ചെയ്തിട്ട് ഇട്ടു.
അപ്പോൾ അതോടെ ക്യാരറ്റ് ഹൽവയുടെ പണിയൊക്കെ തീർന്നു. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കി. ദിവാലി സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചപ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡി ആവുകയാണ്. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഫ്ലാറ്റൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ ചെറിയ ചെറിയ സെറ്റപ്പിലൊരു ഫോട്ടോഷൂട്ടൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഫിറ്റ് ചെക്കൊക്കെയാണ്, എല്ലാവരും ഒരുങ്ങി റെഡിയായി വന്നിട്ട് ഒരു ഫിറ്റ് ചെക്ക് വീഡിയോ ഒക്കെ എടുത്ത് നോക്കുവാണ്. അപ്പം ബാൽക്കണിയിൽ വിളക്ക് കത്തിക്കാനുള്ള പ്ലാൻ ഞങ്ങൾ മാറ്റി. കാരണം അവിടെ മഴ പെയ്താൽ പിന്നെ എല്ലാം പണിയാവും. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് ഒരു കോർണറിൽ ഇതേപോലെ വിളക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് കത്തിച്ചു. വിളക്കൊക്കെ കത്തിച്ച് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഫോട്ടോ എടുക്കുമ്പോഴും നല്ലൊരു ഗ്ലോയും നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തെടുത്ത് കുറേ സമയമായി, വിളക്കൊക്കെ അണഞ്ഞു തുടങ്ങി. അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുവാണ്. ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നിട്ടൊരു ഫൈനൽ ഫോട്ടോ ഒക്കെ കൂടെ എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വീഡിയോക്കൊക്കെ പോസ് ചെയ്തിരിക്കുകയാണ്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഒരു കാൻഡിഡ് ലുക്ക് കിട്ടാനായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഞങ്ങൾ വിളക്കൊക്കെ ഊതിക്കെടുത്തി ഫോട്ടോഷൂട്ടൊക്കെ അവസാനിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇന്നലെ വാങ്ങിയ കമ്പിത്തിരിയൊക്കെ പൊട്ടിക്കാനായിട്ട് താഴെ പോയി. താഴെ ചെന്നപ്പോൾ അവിടെ ബാക്കി ഫ്ലാറ്റ് മേറ്റ്സൊക്കെ ഭയങ്കര പടക്കം പൊട്ടിക്കലും ബഹളവും പരിപാടികളും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നു. പിന്നെ ഞങ്ങളുടെ കമ്പിത്തിരി സംഭവങ്ങളൊക്കെ പൊട്ടിക്കാനായിട്ട് വന്നു. ഈ കമ്പിത്തിരി മാത്രമേ ഞങ്ങൾ വാങ്ങിയുള്ളൂ, വലിയ വലിയ പടക്കങ്ങളൊന്നും വാങ്ങിയില്ല. അങ്ങനെ ഒരു 2-3 കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ തുടങ്ങി. അതൊരു ഹെവി മഴ, ഒരു മണിക്കൂറോളം ഈ മഴ ഇതേപോലെ കണ്ടിന്യൂസ്ലി പെയ്തുകൊണ്ട് നിന്നു. നല്ല ഹെവി മഴയായിരുന്നു. അപ്പം ഞാനിങ്ങനെ കൈയൊക്കെ അടിച്ചിങ്ങനെ നിന്നു. ദർശവും വെങ്കും കൂടെ മഴയത്തൊക്കെ ഇറങ്ങി അവർ നനഞ്ഞ് ഡാൻസ് കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. എനിക്ക് മഴയത്ത് ഇറങ്ങിയാൽ എന്തായാലും പനി പിടിക്കും. പനി പിടിച്ച് കിടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ അവർ കളിക്കുന്നതൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് നിന്നു. അത് കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ താഴോട്ട് വന്ന് ബാക്കി കമ്പിത്തിരികളൊക്കെ കൂടെ പൊട്ടിച്ചു. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ദിവാലി സെലിബ്രേഷൻ. ഭയങ്കര ഫണ്ണായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്ര ഇതായിട്ട് ദിവാലിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഫണ്ണായിരുന്നു എല്ലാവരുമായിട്ട് ദിവാലി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി വ്ലോഗ്. അപ്പോൾ see you in my next vlog. Please do subscribe. Bye bye.